എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് നവവർഷങ്ങളും സപ്തദ്വീപാദികളും എന്ന 21-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം നോക്കാം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ലളിതാത്മനി കേതുമാലേ പ്രതീജി വർഷേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈഃ ച നിഷേവ്യമാണം തസ്യാഹ പ്രിയായ ധൃതകാമതനും ത്വാം ഭജേ. ഇവിടെ ഈ വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ, കേതുമാലം എന്ന വർഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഇളാവൃത ഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കേതുമാല എന്ന ഭൂഖണ്ഡത്തിൽ, ആ ഭൂഖണ്ഡത്തിലെ ഉപാസനാമൂർത്തിയായിട്ട് പ്രദ്യുമ്നൻ എന്നു പേരോടുകൂടിയ കാമദേവൻ്റെ സ്വരൂപത്തിൽ ലക്ഷ്മി ദേവിക്കും അതുപോലെ തന്നെ ഭൂഖണ്ഡത്തിൻ്റെ അധിപനായി സംവത്സരൻ എന്ന പ്രജാപതിക്കും ആ പ്രിയത്തെ ചെയ്യുന്നവനായി ഭഗവാൻ വസിക്കുന്നു എന്നാണ് പറയുന്നത്. ആ അധിപതിയായിട്ട് പ്രജാപതിയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആ ദിവസാഭിമാനി ദേവതമാരും പുത്രിമാരായിട്ട് രാത്രി അഭിമാനി ദേവതമാരും, അതായത് രാത്രിയും ദിവസവും. ഈ ലക്ഷ്മി ദേവി സമാധി യോഗം കൊണ്ട് പുത്രിമാരോടൊത്ത് രാത്രി കഴിയും, അതുപോലെ തന്നെ പുത്രന്മാരോടൊത്ത് പകലും ഭഗവാനെ ഉപാസിച്ച്, അതായത് ഭജിച്ച് കഴിയുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ, ഇവിടെ ചന്തം തികഞ്ഞ വടിവുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് 3 ഖണ്ഡങ്ങളെയും അപേക്ഷിച്ച് ലളിത ആത്മാവായുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ കാമദേവൻ്റെ സ്വരൂപത്തിലാകയാൽ തൻ്റെ ആ മോഹന രൂപം കൊണ്ട് ലക്ഷ്മി ദേവിയെ സദാ രമിപ്പിക്കുന്ന ഭഗവാനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇളാവൃതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ കേതുമാലം എന്ന വർഷത്തിനുള്ളിൽ, അതായത് ഭൂഖണ്ഡത്തിൽ, ഭഗവാൻ കാമദേവൻ്റെ രൂപത്തിൽ ആ ലീലാവിശേഷലളിത സ്മിതശോഭനാംഗം തൻ്റെ പ്രത്യേക ലീലാവിലാസങ്ങളാലും ആ സ്മിതശോഭനാംഗം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി, അഴകാർന്ന പുഞ്ചിരിക്കുന്ന മുഖശോഭയാൽ ലക്ഷ്മ്യാ പ്രജാപതി സുതൈഃ, ലക്ഷ്മിയാലും അതുപോലെ പ്രജാപതിയുടെ പുത്രന്മാരാലും എന്ന് ഇവിടെ നന്നായി സേവിച്ചു പോരുകയാണ്. നിഷേവ്യമാണം, നന്നായി സേവിച്ചു പോരുന്ന, തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. തസ്യാഹ, അങ്ങനെയുള്ള അതായത് തസ്യാ പ്രിയായ ആ ശ്രീഭഗവതിയായ ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ധൃതകാമതനും കാമദേവൻ്റെ ശരീരത്തോടുകൂടി അവതരിച്ച ത്വാം ഭജേ, അങ്ങയെ ഭജിക്കുന്നു എന്ന് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നു. വർഷേ പ്രതീജി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സവർയമാണം ഭക്തൈകവത്സലമവത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സവർയമാണം ഭക്തൈകവത്സലമവത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീജി ഖലു രമ്യേ ഹി രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സവർയമാണം ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭവന്തം ഭജേ.
ഇവിടെ ഈ ശ്ലോകത്തിൽ ഇളാവൃത ദേശത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള രമ്യകം എന്ന വർഷം, അതായത് ഖണ്ഡത്തിൻ്റെ അധിപനായ വൈവസ്വത മനു, വിവസ്വാൻ്റെ മകനായ മനുവിനെയാണ് വൈവസ്വത മനു എന്ന് പറയുന്നത്. ആ മനുവിനെയും വാസനാമൂർത്തിയായ മത്സ്യാവതാരത്തെയും പരമഭക്തിയോടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. രമ്യ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ. ഇളാവൃത ഖണ്ഡത്തിൻ്റെ രമ്യ മനോഹരമായ ഉദീജി, നേരെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രമ്യകം എന്ന പേരുള്ള ആ രമണീയമായ ഭൂമിയെയാണ്, ആ ഭൂഖണ്ഡത്തിൻ്റെ, ആ വർഷത്തിൻ്റെ തദ്വർഷനാഥ മനുവര്യ സപര്യമാണം. ആ വർഷനാഥൻ, ഈ രമ്യക വർഷത്തിൻ്റെ നാഥനാണ് വൈവസ്വത മനു, ആ വിവസ്വാൻ്റെ മകനായ മനു. അതുപോലെ തന്നെ ആ ശ്രേഷ്ഠനായ മനുവിനാൽ സപര്യമാണം പൂജിക്കപ്പെട്ടവനായി ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം, ഭക്തവത്സലനായിട്ട്, ആ ഭക്തജനങ്ങളോട് അതീവ വാത്സല്യമുള്ളവനായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അമത്സര ഹൃത്സുഭാന്തം, അമത്സരം എന്ന് പറഞ്ഞാൽ മതമാത്സര്യങ്ങളൊന്നുമില്ല, എല്ലാം വളരെ ശുദ്ധമായ, അവരുടെ ഹൃദയത്തിൽ സദാ ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമത്സര ഹൃത്സുഭാന്തം, ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായ മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. മത്സ്യരൂപത്തിൽ അവതരിച്ച നാഥ, അങ്ങേ ഞാൻ ഭജിച്ചു കൊള്ളുന്നു എന്ന് ശ്രീ മേൽപ്പത്തൂർ പറയുന്നു 5-ാമത്തെ ശ്ലോകത്തിൽ. നമുക്കൊന്നുകൂടെ നോക്കാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം ഭക്തൈകവത്സരം അമത്സര ഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവത്തെ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരജിന്മയാത്മൻ. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവത്തെ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരജിന്മയാത്മൻ. ഔത്തരാഹം ഹിരണ്മയ സമാഹ്വയം വർഷം ആസീനം അദ്രിധൃതി കർമ്മഠകാമഠാംഗം പിതൃഗണപ്രവര അര്യമായം സംസേവതേ തം ത്വാം പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി. നമുക്ക് ഇനി അർത്ഥം നോക്കാം. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ഇളാവൃത ദേശത്തിൻ്റെ വടക്ക് ഭാഗത്ത് രമ്യകദേശം, ആ രമ്യകദേശത്തിൻ്റെയും വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ഹിരണ്മയം എന്ന പേര്. ആ കുരു ദേശവും ഇതിന് വടക്ക് തന്നെയാണ്. അത് നമ്മളിനി പറയും. നീലം, ശ്വേതം, ശൃംഗം എന്നീ പർവ്വതങ്ങളാണ് ഈ ദേശത്തിൻ്റെ അതിർത്തികളായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതിനെ വേർതിരിക്കുന്നതായിട്ട്. ഹിരണ്മയ വർഷത്തിൽ ഭഗവാൻ കൂർമ്മമൂർത്തിയായിട്ടാണ് അത് അവതരിച്ച് ആ ദേശത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വർഷത്തിൻ്റെ അധിപനായിട്ടിരിക്കുന്നത് അര്യമാവ് ആണ്. അപ്പോൾ ആ ഭൂഖണ്ഡത്തിലെ ജനങ്ങളോടുകൂടി ഈ കൂർമ്മമൂർത്തിയായ ഭഗവാനെ ഈ അര്യമാവ് ഭജിക്കുന്നു. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനം. ഈ ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനം എന്ന് പറഞ്ഞാൽ രമ്യക വർഷത്തിൻ്റെ തൊട്ടു വടക്ക് ഭാഗത്തായിട്ട് ഹിരണ്മയം എന്ന ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി അദ്രിധൃതി കർമ്മഠ കാമഠാംഗം, പർവ്വതത്തെ പൊക്കിയെടുക്കുന്നില്ല. അദ്രി പർവ്വതമാണ് കർമ്മഠ കാമഠാംഗം. ആ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയവനായ കൂർമ്മ ശരീരത്തോടു കൂടിയവനായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസേവതേ, നല്ലതുപോലെ സേവിക്കുന്നു. എങ്ങനെയാണ്? പിതൃഗണപ്രവരോര്യമായ, ആ പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ്. ആ അര്യമാവ് ജനങ്ങളോടുകൂടി ഈ കൂർമ്മ അവതാരമായ ഭഗവാനെ നന്നായിട്ട് സേവിക്കുകയാണ് ഈ രമ്യകം എന്ന ദേശത്തിൽ. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ആ പരമാത്മജ്ഞാന സ്വരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു എന്ന് മേൽപ്പത്തൂർ പറയുന്നു.
വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരജിന്മയാത്മൻ. അപ്പം ഇളാവൃത ദേശത്തിൻ്റെ വടക്ക് രമ്യകം, രമ്യകത്തിൻ്റെയും വടക്കായിട്ടാണ് ഈ ഹിരണ്മയ ദേശം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ഈ 6ാമത്തെ ശ്ലോകം കഴിഞ്ഞ് 7ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അതിന് അടുത്ത കുരു എന്ന ഭൂഖണ്ഡത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. കിം ചോത്തരേഷു ഗുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനഭൃഷ്ടഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. കിഞ്ചോത്തരേഷു ഗുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനഭൃഷ്ടഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. ഇനി ഈ ശ്ലോകത്തിൽ ഇളാവൃതത്തിന് വടക്ക് രമ്യകം, രമ്യകത്തിന് വടക്ക് ഹിരണ്മയം, ആ ഹിരണ്മയത്തിനും വടക്കായിട്ടാണ് കുരുവർഷം, അതായത് ഭൂഖണ്ഡം. ആ ഭൂഖണ്ഡത്തിൽ ഭഗവാൻ വരാഹ രൂപത്തിലാണ് അധിവസിക്കുന്നത്. അധിപയായ ഭൂമിദേവിയാണ് ജനങ്ങളോടുകൂടി ഇവിടെ ഉപനിഷത്ത് ചൊല്ലിയാണ് ഇവിടെ വരാഹമൂർത്തിയെ ഉപാസിക്കുന്നത്. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ, ഇവിടെ ഹിരണ്മയത്തിൻ്റെയും വടക്ക് ഭാഗത്തുള്ള ഉത്തരകുരു ഭൂഖണ്ഡത്തിൽ പ്രിയയാധരണ്യ, നമുക്കറിയാം ഭഗവാന്റെ പ്രിയയാണ്, പ്രിയതമയായ ഭൂമിദേവി. സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ, മഹിതമന്ത്രനുതി പ്രഭേദൈഃ, വിശേഷപ്പെട്ട മഹത്തായ ഉപനിഷത്ത് മന്ത്രങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ നാനാവിധ സ്തോത്രങ്ങളെ കൊണ്ടും നന്നായി സ്തുതിച്ചുകൊണ്ട് നന്നായി സേവിക്കുന്നവനായിട്ട് ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ, ആ തൻ്റെ തേറ്റകളെ കൊണ്ട് മേഘങ്ങളെ സ്പർശിച്ചവനുമായ, ആ നമുക്കറിയാം, നമ്മൾ പഠിച്ചു, അത് അത്രയ്ക്ക് വലിയ ആകാരത്തോട്, വലിയ ഭയങ്കരമായ ആകാരത്തോട് കൂടിയവനായതുകൊണ്ടാണ് ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ. ആ തേറ്റകൾ ഇങ്ങനെ ആകാശത്ത് മേഘങ്ങളെ മുട്ടി നിൽക്കുന്ന അത്രമാത്രം വലിയ ആകാരമാണ്. മേഘങ്ങളെ സ്പർശിക്കുന്ന ആകാരത്തോടു കൂടിയവനുമായ, ആ വളരെ വലിയ ശരീരത്തോടു കൂടിയവനുമായ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. ആ മഹാജ്ഞാനികൾ പറഞ്ഞിരിക്കുന്ന എന്താണ്? മഹാജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ടവനുമായ ആ യജ്ഞവരാഹമൂർത്തേ അങ്ങ് രക്ഷിക്കണമേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. പാഹിമാം, എന്നെ രക്ഷിക്കണേ എന്ന് മാത്രം. ഇവിടെ പാഹി മാം എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കണേ എന്നാണ്. ഇവിടെ പക്ഷേ ത്വം പാഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളെല്ലാവരെയും രക്ഷിക്കണേ എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. ത്വം പാഹി വിജ്ഞനുദ യജ്ഞവരാഹമൂർത്തി, യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനെ അങ്ങ് രക്ഷിക്കണേ, നമ്മളെ എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നു. 13ാം ദശകത്തിൽ 9ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ത്വജിച്ഛന്തോ രോമസ്വഭികുശഗണശ്ചക്ഷുഷികൃതം ചതുർഹോതാരൗഘ്രൗ ശൃഗഭിവദനേ ജോദരൈഡ ഗ്രഹാജിഹ്വായാം തേ പരമപുരുഷ കർണേ ജമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ശ്ലോകത്തിൽ 9ാം ശ്ലോകത്തിൽ ഭഗവാനെ ആ യജ്ഞശാലയിലെ ഓരോ സാധനങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ വരാഹമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് ഇവിടെ യജ്ഞവരാഹമൂർത്തി അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 12ാം അത് 13ാം ദശകത്തിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 12ലും പറഞ്ഞിട്ടുണ്ട്. 12ൽ 10ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. അവസാനത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഉയർന്നു നിൽക്കുന്ന ഈ ഭയങ്കര ശരീരത്തോടു കൂടി
ജലത്തെ ഇളക്കി, സമുദ്രജലത്തെ ഇളക്കി മറിച്ച് ആ ഭൂമിയെ അന്വേഷിച്ച് പോയിട്ട് അവിടെ നിന്ന് പൊങ്ങി വന്ന രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വരാഹമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഭഗവാനോട്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കിഞ്ചോത്തരേഷു കുരുഷു. അപ്പോൾ രമ്യകത്തിനും ഹിരണ്മയത്തിനും വടക്കാണ് കുരു എന്ന ദേശം. ആ കുരു എന്ന ദേശത്ത് ആ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വസിക്കുന്നു. ആ വരാഹമൂർത്തിയെ, യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനെ ഭൂമിദേവി ജനങ്ങളോടൊപ്പം ഉപനിഷത്തിലെ മഹാമന്ത്രങ്ങൾ, വിശിഷ്ട മന്ത്രങ്ങൾ ചൊല്ലി ഉപാസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത 8, 9, 10 അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.